ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും. വളരെ രസകരമായ ഒരു കത്തുണ്ട്. ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്ത് എഴുതി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും. അവന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ്. നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ, അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം എന്ന നിലപാടെടുക്കുന്ന ആളാണ് രാം മനോഹർ ലോഹ്യ. ലോഹ്യജി ഇത് കണ്ട ഉടനെ തന്നെ ഇത് ഔട്ട്റൈറ്റ് ആയിട്ട് ഇത് റിജക്ട് ചെയ്തുകൊണ്ട് ഡിയർ പ്രൈം മിനിസ്റ്റർ, ഇത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ മറുപടി എഴുതി. അതിന് നെഹ്റു അയച്ചൊരു മറുപടി ഉണ്ട്. ഡിയർ ലോഹ്യജി, റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽ has not pained me, but it pained me a lot that you called me dear prime minister. I am your old Jawahar. എന്റെ പ്രപ്പോസലുകൾ, എന്റെ നിർദ്ദേശങ്ങൾ താങ്കൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത്. താങ്കൾ എന്നെ പ്രിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്താണ്. ഞാൻ നിന്റെ പഴയ ജവഹറാണ് എന്ന് ബാല്യകാല സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി. രാത്രിയായപ്പോൾ രാം മനോഹർ ലോഹ്യ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രിയോട് മാപ്പ് ചോദിച്ചു. എന്തിനാ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചതിൽ? രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോൾ പോലും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കാൻ, പ്രതിപക്ഷ ബഹുമാനം കാണിക്കാൻ, ആദരവോടുകൂടി എല്ലാവരെയും നോക്കിക്കാണാൻ കഴിഞ്ഞ ആ മനുഷ്യനിരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ചിലരിന്ന് ഈ രാജ്യത്ത് ഈ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ തല കുനിച്ചു പോവുകയാണ്.